ബ്രഹ്മയുഗം മൂവി മലയാളത്തിന് മുമ്പേ ഡബ്ബഡ് വേർഷൻ 3 ലാംഗ്വേജിൽ ഇന്ന് റിലീസാവാണ്. തമിഴ്, തെലുങ്ക്, കന്നഡ എന്നിങ്ങനെയാണ് തിയേറ്ററിൽ എത്തുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ആ ഒരു ഏരിയയിലെല്ലാം സിനിമയ്ക്ക് എങ്ങനെയാണ് റിലീസ് കിട്ടിയത് എന്നും ബ്രഹ്മയുഗം എന്ന ചിത്രത്തിൻ്റെ മറ്റു അപ്ഡേറ്റ്സുകളിലേക്കും കയറാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിലെ തിയേറ്റർ ലിസ്റ്റാണ്. 30ഓളം തിയേറ്ററിലാണ് ഈ ഒരു സിനിമ തമിഴ്നാട്ടിൽ റിലീസാവുന്നത്. മലയാളം പതിപ്പ് ഒട്ടനവധി സ്ഥലങ്ങളിൽ അവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഡബ്ബഡ് വേർഷൻ റിലീസ് ചെയ്തിരിക്കുന്നത്. കർണാടകയിൽ ഈ ഒരു സിനിമ റിലീസാവുന്നത് 17 തിയേറ്ററിലാണ്. തമിഴ്, തെലുങ്ക് ഇൻഡസ്ട്രിയെ അപേക്ഷിച്ച് കന്നഡ ഇൻഡസ്ട്രി ചെറിയൊരു ഇൻഡസ്ട്രിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് തിയേറ്ററിൽ മാത്രമേ ബ്രഹ്മയുഗം എത്തിയിട്ടുള്ളൂ. തെലുങ്കിലാണ് ഏറ്റവും കൂടുതൽ സ്ഥലത്ത് റിലീസായിരിക്കുന്നത്. ഏകദേശം 100ൻ്റെ അടുത്ത് തിയേറ്ററിൽ തന്നെ തെലുങ്കിൽ ഈ ഒരു ചിത്രം എത്തിയിട്ടുണ്ട്. തെലുങ്കിലെ തിയേറ്റർ ലിസ്റ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് കർണാടകയിലേതും അതുപോലെ തന്നെ തമിഴ്നാട്ടിലേതും തിയേറ്റർ കൗണ്ടും കാര്യങ്ങളെല്ലാം കുറവാണ്. എന്നാൽ ചിത്രത്തിൻ്റെ ആദ്യ ഷോ കഴിഞ്ഞ് പോസിറ്റീവ് റിപ്പോർട്ട് വരികയാണെങ്കിൽ തിയേറ്റർ ലിസ്റ്റും കാര്യങ്ങളെല്ലാം പിറ്റേ ദിവസം മുതൽ കുത്തനെ കൂടും. അതർ ലാംഗ്വേജിലും കൂടെ ഈ ഒരു സിനിമ റിലീസാകുമ്പോൾ വലിയൊരു നേട്ടമാണ് ഈ ഒരു സിനിമ കൈവരിക്കാൻ വേണ്ടി പോകുന്നത്. OTT റൈറ്റ്സ് ആണ് സോണി ലൈവിന് വിറ്റുപോയിരിക്കുന്നത്. ഇനി ഈ ഒരു ചിത്രത്തിന് സാറ്റലൈറ്റ് റൈറ്റ്സ് ഉണ്ട്. അതാത് ഇൻഡസ്ട്രിയിലെ മികച്ച ചാനലിൽ നോക്കിയിട്ട് സംപ്രേഷണ അവകാശം കൊടുക്കുക എന്നുള്ളത് വലിയ കടമ്പ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അതർ ലാംഗ്വേജിൽ ഈ ഒരു സിനിമ റിലീസാവുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സിനിമ എത്തിയെന്നും അത് പ്രേക്ഷകർക്ക് അറിയാനും സാധിക്കുന്നു. അതുവഴി ചിത്രത്തിന് നല്ലൊരു സാറ്റലൈറ്റ് റൈറ്റ്സ് കിട്ടാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ചിത്രത്തിൻ്റെ അതർ ലാംഗ്വേജിൽ വരുന്ന സമയത്ത് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കും. അത് ഈ ഒരു സിനിമയ്ക്ക് OTT റിലീസാവുന്ന സമയത്ത് മികച്ചൊരു റീച്ച് പാൻ ഇന്ത്യ ലെവലിൽ കിട്ടും. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ഈ ഒരു ചിത്രത്തിൻ്റെ നിർമ്മാതാക്കളായ വൈനോഡ് സ്റ്റുഡിയോസ് ഇത്തരത്തിലുള്ള ഒരു മാർക്കറ്റിംഗ് ബ്രഹ്മയുഗം എന്ന ചിത്രത്തിന് ഒരുക്കിയിട്ടുള്ളത്. തമിഴ് നിർമ്മാതാക്കളാണ് വൈനോഡ് സ്റ്റുഡിയോസ്. ഇന്ന് 9ാം ദിവസത്തിലൂടെയാണ് ബ്രഹ്മയുഗം എന്ന ചിത്രം കടന്നു പോകുന്നത്. 12 ദിവസങ്ങൾ കൊണ്ട് തന്നെ വേൾഡ് വൈഡ് ഈ ഒരു ചിത്രം 50 CR ഇടം പിടിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനുജന.